കേരളത്തിൽ പൊറോട്ടയും ബീഫും ഇല്ലാതാകുന്നു. മലയാളിയുടെ ഏറ്റവും ഇഷ്ട വിഭവങ്ങളിലൊന്നാണ് പൊറോട്ടയും ബീഫും. പൊറോട്ടയും ബീഫും കഴിക്കാത്ത മലയാളികൾ ചുരുക്കമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും ജനപ്രിയമായ ഭക്ഷണം എന്ന നിലയിൽ പൊറോട്ടയും ബീഫും ഇടം പിടിച്ചിട്ട് വർഷങ്ങളായി. ഡോക്ടർമാർ പലരും മുന്നറിയിപ്പ് നൽകാറുണ്ട്, ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്, അതുകൊണ്ട് സ്ഥിരമായി കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർമാർ പറയുന്ന മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് മലയാളിയുടെ ഈ രസമുകുളങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ പൊറോട്ടയും ബീഫും ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട മലയാളികളെല്ലാം തന്നെ ഈ ഒരു വലിയ പ്രലോഭനത്തിലേക്ക് വീഴും, ഈ രുചിയുടെ പ്രലോഭനത്തിലേക്ക് വീഴും. അങ്ങനെ പൊറോട്ടയും ബീഫും നമ്മുടെ അനിവാര്യമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിതാ പൊറോട്ടയും ബീഫും മലയാളിക്ക് അന്യമാകുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇതിന് കാരണം എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ബീഫിന്റെ കാര്യമെടുക്കാം. ബീഫ് കേരളത്തിലേക്ക് വരുന്നത് ഏതാണ്ട് വളരെ തുച്ഛമായി മാറി. കഴിഞ്ഞ 2-3 മാസത്തെ ഒരു പ്രതിഭാസമാണ് ബീഫിന്റെ ലഭ്യതയില്ലായ്മ. കേരളത്തിൽ ബീഫ് കിട്ടാനില്ല. എന്താണ് കാരണം? ഒരു ദിവസം 1.5 ലക്ഷത്തോളം മാടുകളെയാണ് കർണാടക, ആന്ധ്ര, തമിഴ്നാട് ഈ 3 സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അത് ഒരു ദിവസം 6000-ആയി ചുരുങ്ങി. അതായത് പ്രതിദിനം 1.5 ലക്ഷം മാടുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ ഇപ്പോഴത് 6000-ആയി കുറഞ്ഞിരിക്കുന്നു. അതോടുകൂടി പല ഇറച്ചിക്കടകളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയിട്ടുള്ള ഈ പ്രദേശങ്ങളിലെ ഇറച്ചിക്കടകൾ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നു. മാത്രമല്ല ബീഫിന്റെ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ഏതാണ്ട് 1 കിലോയ്ക്ക് 500ഓളം രൂപ വരെ കൂടിയിരിക്കുന്നു ബീഫിന്. പലയിടത്തും ബീഫിന് 500ഓളം രൂപ ഈടാക്കുന്നുണ്ട്, ചിലയിടത്ത് 470 വരെ രൂപ ഈടാക്കുന്നുണ്ട് 1 കിലോയ്ക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു സിറ്റുവേഷൻ, ഒരു ക്രൈസിസ് ബീഫിന്റെ മേഖലയിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ ഈ 3 സംസ്ഥാനം കർണാടക, ആന്ധ്ര, തമിഴ്നാട്, ഈ 3ഇടത്തു നിന്നും കൊണ്ടുവരുന്ന വണ്ടികളെ, കാലികളെ കയറ്റി കൊണ്ടുവരുന്ന ലോറികളെ ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഗോ സംരക്ഷണത്തിന്റെ പേരിൽ തടഞ്ഞിടുകയാണ്. മാത്രമല്ല ലോറികൾ ആക്രമിക്കുന്നു. ലോറികൾ കടത്തിവിടണമെങ്കിൽ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ഈ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇനി ഈ സംഘടനകൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, UP-യിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയുമുള്ള വലിയ ബീഫ് കുത്തക കയറ്റുമതിക്കാരുടെ ഏജന്റായിട്ടാണ് ഇവർ ഇവിടെ വന്നിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരേണ്ട ബീഫിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കന്നുകാലികളെ കൊണ്ടുവരുന്ന ഈ ലോറികൾ തടഞ്ഞിട്ട് അവരെ ആക്രമിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള കാലികളെ കൊണ്ടുവരുന്ന ലോറിക്കാർക്ക് ഭയമായി. കാരണം ഏത് സമയത്തും ഈ പറയുന്ന വിവിധ പേരിൽ അറിയപ്പെടുന്ന സംഘടനകൾ തടയുക, ലോറി ആക്രമിക്കുക, ഡ്രൈവറെ ആക്രമിക്കുക, കന്നുകാലികളെ തുറന്നു വിടുക. മാത്രമല്ല അഥവാ ഈ പറയുന്നത് പോലെ കേരളത്തിലേക്ക് വരണമെങ്കിൽ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ കൈക്കൂലി കൊടുത്താൽ അവർ ആക്രമിക്കാതെ വിടും എന്ന് പറയുന്ന, ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, ഉത്തരേന്ത്യയിലൊക്കെ കേട്ട് കേൾവിയുള്ള ആ ഒരു പ്രതിഭാസം ഇപ്പോൾ തെക്കേ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ ബീഫ് പ്രതിസന്ധിയുടെ ഒന്നാമത്തെ കാരണം. ഈ സംഘടനകൾ UP-യിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമുള്ള വൻകിട ബീഫ് കമ്പനികളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു. ഇവർ തടഞ്ഞിട്ട ഇതേ കന്നുകാലികളെ തന്നെ പിന്നീട് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക്, UP-യിലേക്കും ഗുജറാത്തിലേക്കും മഹാരാഷ്ട്രയിലേക്കും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊന്ന്, ലോക മാർക്കറ്റിൽ ഇന്ത്യയിലെ പോത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യൻ പോത്തിന്റെ ഇറച്ചിക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വൻ പ്രിയമാണ് ഉള്ളത്. കാരണം അവിടെ ഈ പോത്തുകളെ വളർത്തുക എന്നുള്ള ആ ഒരു സിസ്റ്റം പലരും ഉപേക്ഷിച്ചു. പോത്ത് ഫാമുകൾ തന്നെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് അവർക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ പോത്ത് ഇറച്ചി കിട്ടും എന്നതുകൊണ്ട് ഇന്ത്യൻ പോത്തിറച്ചിയുടെ ഡിമാൻഡ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടി. 1 കിലോ പോത്തിറച്ചിക്ക് 1500 രൂപ ഈ വ്യാപാരിക്ക് കിട്ടും. ഒരു ഇന്ത്യൻ വ്യാപാരിക്ക് 1 കിലോ പോത്ത് യൂറോപ്പിലേക്ക് കയറ്റി അയച്ചാൽ ഇന്ത്യൻ മണി പ്രകാരം 1500 രൂപയാണ് നിലവിൽ അയാൾക്ക് ലഭിക്കുന്നത്. ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യ 4ാമത്തെ രാജ്യമാണ്. ആദ്യത്തെ രാജ്യം അമേരിക്കയാണ്, 2ാമത്തേത് ചൈനയാണ്, 3ാമത് ബ്രസീലാണ്, 4ാമതാണ് ഇന്ത്യയുടെ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലെ ഇന്ത്യൻ പോത്തിന്റെ വിപണി
പെട്ടെന്ന് വർദ്ധിച്ചു. യൂറോപ്പിലടക്കമുള്ള ഇന്ത്യൻ പോത്ത് വിപണി വർദ്ധിച്ചതോടുകൂടി ഇവിടെ ഇന്ത്യയിൽ ക്ഷാമം വന്നു തുടങ്ങി. പോത്തുകളെ കിട്ടാനില്ലാതായി തുടങ്ങി, കന്നുകാലികളെ ഇല്ലാതായി തുടങ്ങി. മാത്രമല്ല, ഈ പറയുന്ന നേരത്തെ പറഞ്ഞിരുന്ന സംഘടനകളുടെ ഏജന്റുമാർ ഗ്രാമങ്ങളിലടക്കം, കർണാടകയിലെയും ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും ഗ്രാമങ്ങളിലടക്കം പോയി വില പേശി വളരെ തുച്ഛമായ വിലയ്ക്ക് അവിടെ നിന്നും ഉത്തരേന്ത്യയിലേക്ക് ഈ മാടുകളെ അവർ തന്നെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഉടലെടുത്തിരിക്കുകയാണ്. മറ്റൊന്ന്, കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട കന്നുകാലികളെ അതത് സംസ്ഥാനങ്ങളിലെ വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ചെക്ക് പോസ്റ്റിൽ കാണിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇവിടേക്ക് കടത്തിവിടുകയുള്ളൂ. എന്നാൽ ആന്ധ്ര സർക്കാരിന്റെ ഒരു നടപടി മൂലം ഇത്തരം ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലാതായിരിക്കുന്നു. ആന്ധ്ര സർക്കാർ അടുത്തിടെ പാസാക്കിയ ഒരു ബില്ലിൽ പറയുന്നത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല. അത് ഒരു ഓർഡിനൻസ് ആയിട്ടാണ് ആന്ധ്ര സർക്കാർ പുറത്തിറക്കിയത്. അതുകൊണ്ട് ഈ വെറ്റിനറി ഡോക്ടർമാർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മാടുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടി നിർത്തിയതോടുകൂടി ഈ അവിടെ നിന്നുള്ള മാടുകളെ ഇവിടേക്ക് ഉള്ള കച്ചവടക്കാർ വാങ്ങാതെയായി. കാരണം ഇത് രോഗമുള്ള മാടാണോ രോഗമില്ലാത്ത കന്നുകാലിയാണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അവർ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. അവർ സർട്ടിഫൈ ചെയ്ത കന്നുകാലികളെ മാത്രമേ ഇവിടെ വാങ്ങുന്നുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും ഒരു പ്രതിസന്ധി അവിടെ രൂപപ്പെട്ടത്. അതാണ് മറ്റൊരു കാരണമായി പറയുന്നത്. ഇനി നമുക്ക് പൊറോട്ടയുടെ മേഖലയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ പൊറോട്ട വിറ്റുപോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു ആസ്ഥാന ഭക്ഷണം എന്ന നിലയിൽ പൊറോട്ടയും ബീഫും മാറിയല്ലോ. അപ്പോൾ ബീഫിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബീഫിന് കിലോയ്ക്ക് 500 രൂപ വരെയാണ് ഇപ്പോൾ വിലക്കയറ്റം. അതിനനുസരിച്ച് ഹോട്ടലുകളിലും വില കൂട്ടുന്നു, അല്ലെങ്കിൽ തരുന്ന അളവിൽ കുറവ് ഉണ്ടാക്കുന്നു. ഇനി പൊറോട്ടയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായും ബംഗാളികളായിരുന്നു പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നത്. ബംഗാളിലും ആസാമിലും ഒക്കെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളായിരുന്നു പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നത്. മലയാളികളെ പൊറോട്ട അടിക്കുന്ന വളരെ റെയറാണ്. അതുകൊണ്ട് ഈ നാട്ടിൻപുറത്തെ അടക്കം പൊറോട്ട അടിക്കാൻ ഇപ്പോൾ ബംഗാളിലെയും ആസാമിലെയും തൊഴിലാളികൾ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ മടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയ തൊഴിലാളികളിൽ 25% പോലും മടങ്ങിയെത്തിയിട്ടില്ല. അതായത് കേരളത്തിലെ അന്യ സംസ്ഥാന തൊഴിലാളികളെ 48% പേരും പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ്. അവർ അവിടെ വോട്ട് ചെയ്യാൻ പോയതിനു ശേഷം മടങ്ങി വന്നിട്ടില്ല. മാത്രമല്ല, അസമിൽ നിന്നുള്ളവരും വരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഗൾഫിൽ നിന്ന് പണം ഉണ്ടാക്കുന്നത് പോലെ ഇവരിവിടെ 10-15 വർഷമായി കേരളത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് അവരവിടുത്തെ നാട്ടിൽ അവർ അത്യാവശ്യം സമ്പന്നരായി, വീട് വെച്ചു, അത്യാവശ്യം ബാങ്ക് ബാലൻസായി. അങ്ങനെ ബംഗാളിൽ കേരളത്തിലേക്ക് ഈ പൊറോട്ട അടിക്കുന്ന ഹോട്ടൽ തൊഴിലാളികൾ അടക്കമുള്ളവരുടെ ജീവിത നിലവാരം ഉയർന്നതോടുകൂടി അവരിവിടേക്ക് വരാൻ മടിക്കുന്നു. മാത്രമല്ല, അവിടെ ഇപ്പോൾ കൃഷി ഇറക്കുന്ന കാലമാണ്. അതുകൊണ്ട് അവിടെ കൃഷിപ്പണിക്ക് പോയാൽ ഇവിടെ 1000-1500 രൂപ കിട്ടുന്ന തൊഴിലാളിക്ക് അവിടെ 200-300 രൂപയാണല്ലോ. അതാണല്ലോ പ്രശ്നം, ഇവിടെ വരുന്നത്. അതുകൊണ്ട് അവിടെ കൃഷിയുടെ സമയമാണ് ഇപ്പോൾ ബംഗാളിലും അസമിലും. അപ്പോൾ അവിടെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം 300-200 രൂപ കിട്ടും. അതുകൊണ്ട് അവർ തൃപ്തരാണ്. കാരണം അവർക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബേസ് ആയി കഴിഞ്ഞു. കഴിഞ്ഞ 10-15 വർഷമായി കേരളത്തിൽ പണിയെടുത്തുകൊണ്ട് അവർക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ പണം കൊണ്ട് അവിടെ അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയായതോടുകൂടി ഈ പോയ ഭായിമാർ വരാതെയായി. അങ്ങനെ ആയപ്പോഴേക്കും അവർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിരുന്ന ഈ ഹോട്ടൽ മേഖലയിൽ ആളുകളെ കിട്ടതായി. അതുകൊണ്ട് പൊറോട്ട അടിക്കാൻ വേണ്ടി ആളില്ല. അങ്ങനെ പൊറോട്ടയ്ക്ക് ക്ഷാമം നേരിടേണ്ടി വരുന്നു. പല ഹോട്ടലുകളിലും ഇപ്പോൾ പൊറോട്ട ബീഫ് എന്ന് പറയുന്ന മലയാളിയുടെ നാവിൽ കൊതിയൂർന്ന ഈ ഒരു ഡിഷ് ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഈ ഒരു ഭക്ഷണ വിഭവം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. റെയറായിട്ട് മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത്. പ്രത്യേകിച്ചും പട്ടണത്തിലടക്കം വലിയ വലിയ ഹോട്ടലുകളടക്കമാണ് കിട്ടുന്നത്. ഗ്രാമീണ മേഖലയിൽ പൊറോട്ടയ്ക്കും ബീഫിനും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മലയാളികളുടെ തീന്മേശയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു വിഭവമായി പൊറോട്ടയും ബീഫും മാറിയോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.